ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെഡ് ടു ഹെഡിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ കാണിക്കുന്നത് ജയും ജിന്നും കൂടെ ആയിട്ട് ഒരുമിച്ച് സൈക്കിളൊക്കെ ചവിട്ടി ഒരു ഗാർഡനിലേക്ക് ചെന്നിരിക്കുന്നതാണ്. അവിടെ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ജിന്നു പറയുന്നുണ്ട്, നീ അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇപ്പം നമുക്കിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. ജയ അപ്പോൾ എന്ത് ചെയ്താലും നമ്മളിപ്പോൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നുണ്ടല്ലോ, അത് മതി എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി റിയലായിട്ട് ഇപ്പം നടക്കുന്നൊരു കാര്യമല്ല, ജയയുടെ സ്വപ്നത്തിലാണ് കണ്ട കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെറുതായിട്ടൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കണ്ട സ്വപ്നത്തിൽ ജയ ജിന്നിനെ കിസ് ചെയ്യുന്ന ഒരു വിഷ്വല് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടായിരുന്നു ജയാണെങ്കിൽ പ്രസൻറ്റ് സിറ്റുവേഷനിലും ജിന്നിനെ അതേ ഗാർഡനിൽ വെച്ച് കിസ് ചെയ്തത്. അപ്പോൾ നമ്മളെ ആ ഒരു സെയിം സീൻ കാണിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ജയാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജിന്നിനെ കിസ് ചെയ്തുകൊണ്ട് തന്നെ ജിന്ന് പെട്ടെന്ന് ജയനെ തള്ളി മാറ്റുന്നുണ്ട്. ജിന്ന് വിചാരിക്കുന്നത് ജയ ശരിക്കും തൻ്റെ ഫീലിങ്സ് വെച്ച് കളിക്കുന്നതാണ്. ജയ ശരിക്കും തന്നെ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങുന്നുണ്ട്. ജയ വെറുതെ പറ്റിക്കുന്നതല്ല എന്നൊന്നും മനസ്സിലാക്കുന്നില്ല. ജയൻ്റെ അടുത്ത് ഇവൻ ദേഷ്യപ്പെടാണ്, നീ എന്തിനാണ് എൻ്റെ ഫീലിങ്സ് വെച്ച് ഇങ്ങനെ കളിക്കുന്നത്, നിനക്കാണെങ്കിൽ ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെയെന്ന്. എന്നാൽ ജയ പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോൾ പോലും ജിന്ന് ജയനെ അടിക്കുകയാണ് ചെയ്യുന്നത്. ജയനെ ഒന്ന് പറയാൻ പോലും സമ്മതിക്കുന്നില്ല. ജിന്ന് അവൻ്റെ അടുത്ത് തിരിച്ച് പറയുന്നുണ്ട്, നിന്നെ ഞാൻ വെറുക്കുന്നു എന്നൊക്കെ പറഞ്ഞതെല്ലാം തന്നെ ചുമ്മയായിരുന്നു, എനിക്കിതിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. എന്നാൽ ശരിക്കും ഞാൻ നിന്നെ വെറുക്കാനായിട്ട് പോവാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം മാത്രമേ നിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളൂ, നീ എന്ത് വേണോ ചെയ്തോ, പക്ഷേ എൻ്റെ ഫീലിങ്സ് വെച്ച് മാത്രം കളിക്കരുതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ പോകുന്നത് നോക്കിയിരിക്കുന്ന സമയത്ത് ജയ പറയുന്നുണ്ട്, ഇതിങ്ങനെ അവസാനിക്കേണ്ട ഒന്നല്ല എന്ന്. അതിനുശേഷം ജിന്ന് നേരെ അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. ചെന്നുടനെ തന്നെ അവനവൻ്റെ ഡയറി എടുക്കുന്നുണ്ട്. ഡയറിയിൽ ഞാൻ നിന്നെ വെറുക്കാനായിട്ട് ശരിക്കും ശ്രമിക്കും, ഐ പ്രോമിസ് എന്നിങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. ജയും തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ബാൽക്കണിയിൽ അവിടെ നിന്ന് ജിന്നിനെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കുന്നുണ്ടായിരുന്നു. ജിന്നിനെ ജനൽ വഴി അവനവൻ്റെ ബെഡ്റൂമിൽ ഇരിക്കുന്നതും ജയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നാൽ ജയ തന്നെ ശ്രദ്ധിക്കുകയാണെന്ന് ജിന്ന് റൂമിൽ നിന്ന് കാണുകയും ജിന്ന് വന്നിട്ട് അവൻ്റെ വിൻഡോയുടെ കർട്ടൺ ക്ലോസ് ചെയ്തിട്ടും പോവാണ്. അങ്ങനെ പിന്നെ ജയ്ക്ക് ജിന്നിനെ കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ജയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ചെന്നിരിക്കുന്നുണ്ട്. ആ ടൈമിൽ ജിന്നിൻ്റെ അമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് ജിന്നും ഫുഡ് കഴിക്കാനായിട്ട് ജയയുടെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ജയയുടെ അമ്മ രണ്ടുപേർക്കും കഴിക്കാനായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ടൈമിൽ അമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ കോളേജിലോട്ട് പോകുന്നത്, അവിടുന്ന് നേരെ നിങ്ങൾ രണ്ടുപേരും പിന്നെ ജിന്നിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പൊക്കോളുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ജയാണെങ്കിൽ ആ അതേ അമ്മയെന്ന് പറയുന്നുണ്ട്. എന്നാൽ ജിന്നാണെങ്കിൽ ആൻറ്റി ഒരു കാര്യമുണ്ട്, അത് പിന്നെ ജയാണെങ്കിൽ കുറേ ദിവസമായിട്ട് ഇപ്പോൾ എന്നോട് താമസിക്കുന്നില്ലേ, എനിക്കാണെങ്കിൽ പേഴ്സണൽ സ്പേസ് വേണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ജയിനെ എന്നോട് നിർത്താനായിട്ട് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അതാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ ജയയുടെ അമ്മയെ മനസ്സിലാക്കുന്നുണ്ട്. ജിന്നപ്പോൾ ശരിയെന്ന് കോളേജിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് മൊത്തം കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവൻ്റെ കൈ തട്ടിയിട്ട് ഡൈനിങ് ടേബിളിൽ നിന്നൊരു ഗ്ലാസ് താഴേക്കൊന്ന് വീണ് പൊട്ടുകയാണ്. പിന്നപ്പോൾ താഴെ വീണ് പൊട്ടിയ ഒരു ഗ്ലാസ് എല്ലാം എടുക്കാനേ നോക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവൻ്റെ കൈ മുറിയാണ്. അങ്ങനെ ജയയുടെ അമ്മ ഇല്ല നീ അത് എടുക്കണ്ട, അതിൻ്റെ കാര്യമല്ല ഞാൻ നോക്കിക്കോളാം, നീ ആണെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവനെ വിടുന്നുണ്ട്. അങ്ങനെ അവൻ പോകുമ്പോഴത്തേക്കും അവനങ്ങനെ വിട്ട് കളഞ്ഞാൽ അവനോട് സംസാരിക്കാനൊന്നും ഒരു അവസരം കിട്ടത്തില്ല, അത് ജയയ്ക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ജയയും താനും പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ ജിന്നിൻ്റെ പുറകെ പോകുന്നുണ്ട്. ജിന്ന് കാർ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ജയാണെങ്കിൽ അവനെ പോകാൻ സമ്മതിക്കുന്നില്ല. കാറിൻ്റെ ഫ്രണ്ടിൽ കയറി ഇതിനെ തടയുന്നുണ്ട്. ജിന്ന അപ്പോൾ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജയാണെങ്കിൽ നീ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വാ, നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ജിന്ന് അതിന് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് ജയ ചെന്ന് ജിന്നിൻ്റെ കാറിലേക്ക് കയറിയിരിക്കുകയാണ്. ആ സമയം ജിന്നാണെങ്കിൽ നീ മേലെ എൻ്റെ കാറിൽ കയറി പോകരുത്, മര്യാദയ്ക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാനേ നിൽക്കുന്നുണ്ട്. ആ സമയം ചെയ്യുകയാണെങ്കിൽ നീ പറയുന്നതിന് ഞാൻ അനുസരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ എങ്ങനെയെങ്കിലുമൊക്കെ ജിന്നിൻ്റെ മൂഡ് ഓക്കെ ആക്കിയിട്ട് സംസാരിക്കാനാണ് നോക്കുന്നത്. എന്നാൽ ജിന്ന് ഇവൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ടിട്ട് അവൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. നേരെ റോഡ് ക്രോസ് ചെയ്ത് ജയുടെ വീട്ടിലേക്ക് നടക്കാനായിട്ട് തുടങ്ങാണ്. എന്നാൽ പെട്ടെന്ന് ഒരു സ്കൂട്ടർ ഇവൻ്റെ നേർക്ക് വരുന്നുണ്ട്. ആ ഒരു സ്കൂട്ടർ ഇവൻ ഇടിക്കുന്നുണ്ട്. അവൻ താഴേക്ക് വീണ് ഇവൻ്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് ഉടനെ തന്നെ ജയാണെങ്കിൽ ഓടി വരുന്നുണ്ട്. ഓടി വന്നിട്ട് ജിന്നി ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചാൽ അവൻ എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്കും ജിന്നിൻ്റെ തലയിൽ നിന്ന് ബ്ലഡ് വരുന്നതെല്ലാം തന്നെ ജയ്ക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ജയ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. എന്നാണ് ജയ അവൻ്റെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നത്. ഇതൊക്കെ ആക്ച്വലി ജയ കണ്ട ഒരു സ്വപ്നമായിരുന്നു. ആ ഒരു സ്വപ്നം അങ്ങനെ കണ്ടതുകൊണ്ട് തന്നെ ജയാണെങ്കിൽ വല്ലാണ്ടങ്ങ് ടെൻഷനായി പോകുന്നുണ്ട്. ജിന്നിനെ കാണിക്കുമ്പോൾ ജിന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കോളേജിലൊക്കെ പോകാൻ റെഡി ആയിട്ട് ജയയുടെ വീട്ടിലേക്ക് പോയി ഫുഡ് കഴിക്കുന്നതിനേക്കാളും തൻ്റെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് കിച്ചണിൽ പോയിട്ട് ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ ഉണ്ടാക്കത്തക്ക തരത്തിൽ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയമാണ് അവൻ്റെ അമ്മയും കോൾ ചെയ്യുന്നത്. അമ്മ അവനോട് ഒറ്റയ്ക്കാക്കിയിട്ട് ട്രിപ്പിന് പോയതുകൊണ്ട് തന്നെ അമ്മ കോൾ ചെയ്യുമ്പോൾ തന്നെ ഇത് ആരാന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യത്തിലാണ് അവൻ സംസാരിക്കുന്നത്. അമ്മയ്ക്ക് അപ്പോൾ മനസ്സിലായി അവനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അമ്മ സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ഓ അമ്മയായിരുന്നു, അല്ല എന്താ ആവശ്യം, എൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ വിളിച്ചതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അമ്മ അപ്പോൾ നിന്നെ ഒറ്റയ്ക്കിട്ട് പോയതില്ല, നിനക്ക് ദേഷ്യമുണ്ടെന്ന് അറിയാം, പക്ഷേ നീ ഇപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. ഇപ്പം നിന്നെ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ്, അവിടെ വീട്ടിൽ ഫുഡൊന്നും ഇല്ലെന്നറിയാം. അതുകൊണ്ട് ഞാനാണെങ്കിൽ ജയുടെ അമ്മയുടെ അടുത്ത് നിനക്കും കൂടെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ അവിടെ പോയി കഴിക്കാനായിട്ട് പറയാണ്. എന്നാൽ ജയിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ജിന്നാണെങ്കിൽ അത് കുഴപ്പമില്ല, ഞാൻ കോളേജിൽ പോകുന്ന വഴിക്ക് കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ അമ്മ അതൊന്നും പറ്റത്തില്ല, അവിടെ എത്തുമ്പോൾ തന്നെ ഒരു നേരം എടുക്കും ട്രാഫിക് കാരണം, പിന്നീട് നിനക്കൊന്നും കഴിക്കാനും പറ്റത്തില്ല, നിന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ട് പോയാൽ നല്ല സങ്കടം എനിക്കുണ്ട്, നീ കഴിക്കാതെയും കൂടി ഇരുന്ന് കഴിക്കാൻ എനിക്ക് സഹിക്കത്തില്ല, നീ അവിടെ പോയി
കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. അവനപ്പോൾ ഓക്കെ കഴിക്കാം, പക്ഷേ എനിക്ക് 20,000 രൂപ അക്കൗണ്ടിൽ ഇട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ പോയി കഴിക്കാം, നിങ്ങളുടെ അടുത്തുള്ള ദേഷ്യം മാറ്റുകയും ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ അപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കുന്നില്ല. അവൻ കോൾ കട്ട് ചെയ്ത് കഴിയുന്നതും അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ അമ്മ അക്കൗണ്ടിലേക്ക് 20,000 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട സന്തോഷത്തിൽ ലവ് യു അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സെൽഫിയൊക്കെ അവൻ എടുക്കുന്നുണ്ട്. ജെയിനെ കാണിക്കുവാണെങ്കിൽ അവനും കോളേജിലേക്ക് പോകാൻ റെഡി ആവുകയാണ്. അവൻ്റെ സ്വപ്നത്തിൽ അവനാണെങ്കിൽ ഇതേ ദിവസം ഈ കോളേജിൽ പോകാൻ റെഡി ആവുന്നതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കളർ ജാക്കറ്റായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അവൻ അതേ സെയിം ജാക്കറ്റാണ് ഇപ്പോൾ ഇടാനും എടുക്കുന്നത്. എന്നാൽ ഒരു സ്വപ്നത്തിൽ എന്താണ് നടന്നതെന്ന് അവൻ അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ജാക്കറ്റൊന്നും വേണ്ട, ഇട്ട് കഴിഞ്ഞാൽ സ്വപ്നത്തിലുള്ളതുപോലെ നടക്കുമെന്ന് എഴുതിയിട്ട് അവൻ ആ ഒരു ജാക്കറ്റ് മാറ്റിയിട്ട് മറ്റൊരു ജാക്കറ്റാണ് എടുത്തിടുന്നത്. ഫുഡ് കഴിക്കാനൊക്കെ ചെന്നിരിക്കുമ്പോഴത്തേക്കും സ്വപ്നത്തിൽ കണ്ടതുപോലെ അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അവൻ്റെ അമ്മാവൻ്റെ അടുത്ത് സ്വപ്നത്തിൽ എന്തൊക്കെയാണോ സംസാരിച്ചത് അത് തന്നെയാണ് സംസാരിക്കുന്നത്. ജിന്നും അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നുണ്ട്. ജയിൻ്റെ അടുത്ത് അവൻ്റെ സ്വപ്നത്തിൽ ജിന്നാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ എങ്ങനെയൊക്കെയാണ് ഇരുന്നത് അതുപോലെ തന്നെയായിരുന്നു ഇപ്പോഴും നടക്കുന്നത്. ജയാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ കണ്ടത് സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് ഓർത്ത് ടെൻഷനായി നിൽക്കുന്നുണ്ട്. ആ സമയം അമ്മയാണെങ്കിൽ അവൻ്റെ അടുത്തിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇവരുടെ അടുത്ത് രണ്ടുപേരുടെ നിങ്ങൾ കോളേജിൽ ഒരുമിച്ചല്ലേ പോകുന്നത്, അത് കഴിഞ്ഞ് നിങ്ങളുടെ ഒരുമിച്ച് ജിന്നിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജിന്ന സ്വപ്നത്തിൽ ഇനി പറ്റത്തില്ല, അതെനിക്ക് പ്രൈവസിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ അതൊക്കെ പറയാനായിട്ട് ജയാണെങ്കിൽ ജിന്നിനെ സമ്മതിക്കുന്നില്ല. ജിന്നിൻ്റെ കൈ പിടിച്ചിട്ട് വാ നമുക്ക് കോളേജിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് പോകാനേ നിൽക്കുകയാണ്. എന്നാൽ ജിന്നാണ് നിനക്ക് എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു ഗ്ലാസ് വീണ്ടും ഡൈനിങ് ടേബിളിൽ നിന്ന് വന്ന് പൊട്ടുന്നുണ്ട്. പൊട്ടിയ ഓരോ പീസസ് ജിന്ന് എടുക്കാനേ നോക്കുമ്പോൾ സ്വപ്നത്തിലുള്ളതുപോലെ തന്നെ അവൻ്റെ കൈയും മുറിയുന്നുണ്ട്. ജയ ഉടനെ തന്നെ കൈ പിടിച്ചിട്ട് ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ജയാണെങ്കിൽ വീണ്ടും തന്നെ ഫീലിങ്സ് വെച്ച് കളിക്കുവാണെന്ന് ഇങ്ങനെ കരുതിയിട്ട് ജയിനോട് ദേഷ്യപ്പെട്ട് ജിന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ജിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന അപകടമാണെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ജയാണെങ്കിൽ താൻ ജിന്നിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവാണെന്ന് അമ്മയോട് പറഞ്ഞിട്ട് നേരെ അങ്ങ് പോകുന്നുണ്ട്. ഇതേസമയം ജിന്നാണെങ്കിൽ അവിടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവൻ്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇവൻ്റെ കുറുകെ പെട്ടെന്നൊരു ബൈക്ക് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ജസ്റ്റ് മിസ്സിന് അവൻ രക്ഷപ്പെടുന്നുണ്ട്. അതിനുശേഷം അവൻ നേരെ അവൻ്റെ കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. അവൻ കാറിൽ കയറുന്നതും ജയ വന്നിട്ട് അവനെ തടയുന്നുണ്ട്. ജയയും കാറിലേക്ക് കയറുന്നുണ്ട്. ആ സമയം ദേഷ്യത്തിൽ ജിന്ന് അവൻ്റെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ജിന്ന് നേരെ ജയയുടെ വീട്ടിലേക്ക് നടന്നു പോകാനായി തുടങ്ങുകയാണ്. സ്വപ്നത്തിലുള്ളവർ തന്നെ എല്ലാം നടക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു ടൈമിൽ തന്നെയാണ് വണ്ടി അവൻ ഇടിക്കാനായിട്ട് വരുന്നുള്ളതെന്ന് ജയയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അവൻ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ജയ പോയി ഇവനെ പിടിക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ ഒരു വണ്ടി അങ്ങ് കുറുകെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ജിന്നിനെ പിടിച്ച് നിർത്തിയ ശേഷം ജയാണെങ്കിൽ നീ ഓക്കെ ആണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്ന് നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതേസമയം ജയയുടെ മനസ്സിൽ അവൻ കണ്ട ഒരു സ്വപ്നത്തിൻ്റെ വിഷ്വൽസ്, അതായത് ജിന്നിന് ഇങ്ങനെ അപകടം പറ്റിയിട്ട് ഇങ്ങനെ ബ്ലഡൊക്കെ വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ മനസ്സിലിങ്ങനെ നോൺ സ്റ്റോപ്പ് അവന് പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തല ഇറങ്ങി വീഴുന്നുമുണ്ട്. ഇത് കാണിക്കുന്നത് കോളേജിൽ ഈ നേരം കൊണ്ട് തന്നെ വാനും ഫാമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിനെ വിളിച്ചിട്ട് ഇതുപോലെ ജിന്ന് കാര്യം പറയുന്നുണ്ട്. ജയ തല ഇറങ്ങി വീണെന്നൊക്കെ. ആ ടൈമിന് ഫാം പക്ഷേ നമ്മൾ ചെയ്ത വർക്കെല്ലാം ഇന്നാണ് സാറ് മാർക്കിട്ട് തരുന്നത്, ഒരു കാര്യം ചെയ്ത് നീ ലേറ്റ് ആയാലും കുഴപ്പമില്ല, നീ വന്നു കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ വർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ജയയുടെ കാര്യം ഞാൻ പ്രൊഫസറിനോട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ജിന്നപ്പോൾ ജയ്ക്ക് ബോധം വരട്ടെ എന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് കോൾ കിട്ടിയുന്നുണ്ട്. അതേസമയം ജയിനെ അവൻ്റെ വീട്ടിലോട്ട് തന്നെ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ജയയുടെ അമ്മ അവൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. കോൾ കിട്ടിയത് കഴിയുമ്പോഴത്തേക്കും ജയ്ക്ക് ബോധം വരുന്നുണ്ട്. ജിന്ന് വന്നിട്ട് അവനെ ഹോസ്പിറ്റലിലും കൊണ്ടുപോകണം ആൻറ്റി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല കുഴപ്പമില്ല, നീ ആണെങ്കിൽ ക്ലാസ്സിന് പോക്കോ, ക്ലാസ് മിസ് ചെയ്യേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജിന്ന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് ഇറങ്ങി പോവാണ്. അത് പെട്ടെന്ന് ജയ ശ്രദ്ധിച്ചിട്ട് അമ്മ അവനെ വിടല്ലേ, അത് അപകടമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ജയയുടെ അമ്മ എന്ത് അപകടം, ഒന്നുമില്ല, നീ റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ പിടിച്ച് കിടത്തുവാണ്. വീണ്ടും കോളേജിൽ കാണിക്കുമ്പോൾ ഫാമാണെങ്കിൽ ഇപ്പോൾ ജയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് നീനൊക്കെ ഓക്കെ ആണോ, നീ തലയിറങ്ങി വീണെന്നൊക്കെ ജിന്ന് കോൾ ചെയ്ത് പറഞ്ഞല്ലോ എന്ന് ഇങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ട്. ആ സമയം ജയാണെങ്കിൽ റിപ്ലൈ കൊടുത്തിട്ട് എനിക്ക് കുഴപ്പമില്ല, ജിന്ന് കോളേജിൽ എത്തിയോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇല്ല അവൻ ഇതുവരെയായിട്ട് എത്തിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജയാണെങ്കിൽ അവൻ എത്തുവാണെങ്കിൽ ഒന്ന് അറിയിക്കണേ എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് ജിന്ന് വരുന്നുണ്ട്. അങ്ങനെ ഫാം മെസ്സേജ് ഇട്ടിട്ട് ജിന്ന് വന്നു എന്ന് പറയുന്നുണ്ട്. ജയ അപ്പോൾ അവൻ ഓക്കെ ആണോ, അവനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഫാം മൊത്തത്തിലൊന്ന് ജിന്നിനെ സ്കാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇല്ലല്ല ഒരു കുഴപ്പമില്ല, അവൻ ഓക്കെ ആയിട്ടാണ് തോന്നുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഫാം തന്നെ ഇങ്ങനെ നോക്കിയിട്ട് മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത് ജിന്ന് ശ്രദ്ധിച്ചിട്ട് അല്ല എന്താ പരിപാടി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഫാം ഒന്നുമില്ല, ഇപ്പോൾ ജയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അവന് കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതേസമയം ജയിനെ കാണിക്കുമ്പോൾ അവൻ്റെ അമ്മയാണെങ്കിൽ അവനെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടറിനെ കണ്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും അവൻ്റെ കൈ അങ്ങ് ഒടിഞ്ഞത് അതൊരുവിധം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ കയ്യിലെ ബാൻഡേജൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അമ്മ എങ്ങനെയാണെന്ന് നോക്കുമ്പോഴത്തേക്കും അത്ര വെയിറ്റുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. തനിക്കിപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ ജയ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈ ഓക്കെ ആയതുകൊണ്ട് തന്നെ തിരിച്ച് അവൻ്റെ അടുത്ത് വീട്ടിലേക്ക് തന്നെ വരാനായിട്ട് അമ്മ പറയുന്നറിയാവുന്നതുകൊണ്ട് അവൻ ആദ്യമേ അങ്ങോട്ടേക്ക് പറയുന്നുണ്ട് തന്നെ ജിന്നിൻ്റെ അടുത്തേക്ക് തന്നെ വിട്ടാൽ മതി, താൻ ജിന്നിൻ്റെ കൂടെയാണ് താമസിക്കുന്നതെന്ന്. അപ്പോൾ അമ്മയാണെങ്കിൽ എതിർക്കാനൊന്നും നിൽക്കുന്നില്ല, ഓക്കെ എന്നങ്ങ് പറയുന്നുണ്ട്. അവനെ ജിന്നിൻ്റെ വീട്ടിൽ തന്നെ ഡ്രോപ്പ് ചെയ്യാനും അമ്മ തീരുമാനിക്കുന്നുണ്ട്. അതിനുശേഷം ജിന്നിൻ്റെ എല്ലാവരെയും കാണിക്കുമ്പോൾ അവരെല്ലാവരും പുറത്ത് പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയം മായും അവരോട് കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ജിന്നാണെങ്കിൽ പറയുന്നുണ്ട് ജയാണെങ്കിൽ ഭയങ്കര വീടായിട്ടാണ് പെരുമാറുന്നത്, എന്താ സംഭവം എന്നറിയത്തില്ല, മേ ബി ഒരു പക്ഷേ മുമ്പ് ഞാനും അവനും എപ്പോഴും അടി ഉണ്ടായിക്കൊണ്ട് നടന്നുകൊണ്ടായിരിക്കും ഞാൻ അത് ശ്രദ്ധിക്കാത്തത്, പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോൾ ഒരുമിച്ച്
താമസിക്കുമ്പോൾ അവൻ ശരിക്കും ഒരു നല്ലൊരു പയ്യനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ്. അതേ കേൾക്കുമ്പോഴത്തേക്ക് വാനും മായും കൂടെ ആയിട്ട് ഓഹോ അപ്പോൾ എന്തോ പരിപാടിയായിട്ടില്ല, സത്യം പറ നീ അവനിൽ അങ്ങ് വീണ് കഴിഞ്ഞോ, നിനക്ക് അവൻ ഇഷ്ടമായതൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ചിന്നൊന്ന് പോയി അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും മായിയാണെങ്കിൽ സ്വന്തമായിട്ടിരുന്ന് പതുക്കെ പറയുന്നുണ്ട്, ആ അടിപൊളി, ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി, ഈ 5 പേരുള്ള ഗ്രൂപ്പിൽ 4 പേര് കപ്പിൾസ് ആവും, ഞാൻ ഒരാൾ മാത്രം സൈഡ് ഡിഷായിട്ട് ഇങ്ങനെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. ജിന്ന് പറയുന്നുണ്ട് ചില ദിവസം രാത്രി അവൻ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നു സ്വപ്നം കണ്ടിട്ട്, ചില ദിവസം അവനിങ്ങനെ ഉറങ്ങാതെ തിരിഞ്ഞ് കിടന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഉറങ്ങും, ഭയങ്കര വീടായിട്ടാണ് പെരുമാറുന്നത്, എന്തോ കാര്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ഫാം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഫാമിനോട് ഓൾറെഡി ജെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്, ആ സ്വപ്നത്തിൽ പർട്ടിക്കുലർലി ഒരാളെ മാത്രം എപ്പോഴും സ്വപ്നം കാണാറുണ്ട്, ഈ സ്വപ്നങ്ങളെല്ലാം സത്യമാവാറുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു പക്ഷേ ആ ഒരു സ്വപ്നം കാരണം ഇങ്ങനെ സംഭവിക്കുന്നതായിരിക്കും എന്ന് നമ്മുടെ ഫാമും ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ഫാം ചോദിക്കുന്നുണ്ട്, അന്ന് ആ റേസ് ട്രാക്കിൽ വെച്ചിട്ട് ആ ഒരു ആക്സിഡൻറ്റ് പറ്റിയപ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് കൂടെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത് നീയല്ലേ, അപ്പോൾ നീ എന്തെങ്കിലും വീടായിട്ട് ശ്രദ്ധിച്ചായിരുന്നോ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മാറ്റം വന്നതെന്ന് പറയുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ താൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം മായും വാനും ഒരുപോലെ ചോദിക്കുന്നുണ്ട്, അല്ല അവനിങ്ങനെ വീടായിട്ട് പെരുമാറാൻ മാത്രം നീയോ അവനും തമ്മിൽ എന്തെങ്കിലും അടിയുണ്ടായോ, നീ അവനെ അടിച്ചോ, അവൻ നിന്നെ അടിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് ജിന്ന് പറയുന്നുണ്ട്. ആ സമയം ഫാം നിങ്ങളുടെ ഒരു കിസ് ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിന് പെട്ടെന്ന് ജിന്നാണെങ്കിൽ അയ്യോ എന്നുള്ള ഇതിലായിട്ട് ഇല്ല ഇല്ല ഞങ്ങൾ കിസ്സൊന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം മായി ഇരുന്നിട്ട് ഇങ്ങനെ പതുക്കാരും കേൾക്കാത്ത രീതിയിൽ പറയുന്നുണ്ട്, കിസ് ചെയ്തത് നിങ്ങളല്ലേ, അതായത് വാനിനെ ഫാമിനെ നോക്കിയിട്ട്. അത് ഫാമിന് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഫാമാണെങ്കിൽ മായി മര്യാദഗിരി എന്നുള്ള രീതിയിൽ അവൻ്റെ പേര് വിളിക്കുന്നുണ്ട്. അടുത്ത് പിന്നീട് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വാനും ഫാമും കൂടെ ആയിട്ട് തിരിച്ച് നേരെ ഫാമിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരാണ്. വരുമ്പോൾ തന്നെ എപ്പോഴത്തെയും പോലെ തന്നെ വാനാണെങ്കിൽ അവൻ്റെ ഷൂ ഒക്കെ ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ട്. എന്ന് എറിഞ്ഞു കഴിയുമ്പോഴാണ് അവൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അവനങ്ങനെ അവൻ്റെ ഷൂസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അടുക്കി വെക്കുന്നുണ്ട്. ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്, ഫാം കാണുന്നത്. അങ്ങനെ ഫാം ഞെട്ടിയിരിക്കുമ്പോഴത്തേക്കും വാനാണെങ്കിൽ എന്താ ഇങ്ങനെ നോക്കുന്നത്, ഞാൻ ഒരു നല്ല മനുഷ്യനാവാനായിട്ട് തീരുമാനിച്ചിരിക്കുക, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണെന്ന് പറയുമ്പോഴത്തേക്കും ഫാമാണെങ്കിൽ നീ ഇങ്ങനെ നിന്നെ സ്വയം ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നീ എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനപ്പോൾ ഫാമിൻ്റെ അടുത്ത് ക്ലോസ് ആയി വന്നിട്ട് ഞാൻ ഒന്ന് നന്നാവാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അവനിങ്ങനെ ക്ലോസ് ആയി വരുമ്പോഴത്തേക്ക് കിസ് ചെയ്യാൻ കണക്കിലാണ് വരുന്നത്. എന്നാൽ അവൻ ചേച്ചി ഫാമിനോട് ഞാൻ ബാത്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. പോയി കഴിയുമ്പോഴത്തേക്കും ഫാം ഇരുന്നങ്ങ് ബ്ലഷ് ആവാണ്. പിന്നെ ജിന്നിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന ടൈമിന് ജയ നേരെ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ജയൻ്റെ കൈ ഓക്കെ എന്നുള്ള കാര്യം ഇവൻ അറിയാം. അപ്പോൾ ജയ വരുമെന്ന് ഇവൻ എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ ജയ വന്നതുകൊണ്ട് തന്നെ നിൻ്റെ കൈ ഓക്കെ ആയിട്ടില്ലേ, പിന്നെ നീ എന്തിനാണ് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നേ നോക്കുന്നുണ്ട്. എന്നാൽ ജയ അതിന് മറുപടിയൊന്നും കൊടുക്കുന്നില്ല. നേരെ കയറി ചെന്ന് കിച്ചണിൽ നിന്ന് അവന് വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ ആവശ്യത്തിന് കുടിക്കുന്നുണ്ട്. എന്നിട്ട് സോഫയിലേക്ക് ഇങ്ങനെ ചെന്നിരിക്കുമ്പോൾ ജിന്നും കൂടെ ചെന്നിരുന്നിട്ട് ചോദിച്ചതിന് മറുപടി പറയും, നീ എന്തിനാ ഇപ്പോൾ വന്നത്, നിനക്ക് നിൻ്റെ വീട്ടിൽ ഇപ്പോൾ കൂടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജയാണെങ്കിൽ തൻ്റെ കൈ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ജിന്നാണെങ്കിൽ ഓക്കെ ആയല്ലോ എന്ന് പറയുമ്പോൾ ജയാണെങ്കിൽ ഓക്കെ ആയില്ല എന്ന് പറയാണ്. അങ്ങനെ അതും പറഞ്ഞ് രണ്ടും തർക്കാവുന്നുണ്ട്. ജയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ കൈ ഓക്കെ ആയില്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ റൂമിലേക്ക് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നെ ജിന്നൊന്നും പറയുന്നില്ല. ഇവിടെ നൈറ്റ് ആകുമ്പോഴത്തേക്കും ജയും ജിന്നും ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട്. ഇത്ര നേരമായിട്ടും ഉറങ്ങിയിട്ടില്ലെങ്കിൽ പോലും അവൻ്റെ മനസ്സിൽ ജിന്നിന് ഇങ്ങനെ അപകടം പറ്റുന്ന അവൻ ഓൾറെഡി കണ്ട വിഷ്വൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഉറങ്ങാൻ പറ്റാതെ അവൻ അങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുമ്പോൾ ജിന്നാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റിട്ട് നീ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് കിടന്നാൽ എനിക്കങ്ങനെ ഉറങ്ങാൻ പറ്റും, ഇത്തിരി സമാധാനം തന്നുകൂടെ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ജയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവിടെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ജിന്നാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഒരു 3-3:30 ആകുമ്പോഴത്തേക്കും ജിന്ന് താനെ എഴുന്നേൽക്കുന്നുണ്ട്. അവൻ നോക്കുമ്പോഴത്തേക്കും ജയ എതിരായിട്ട് റൂമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ജയാണെങ്കിൽ അവിടെ സോഫയിൽ ടി വിയും വെച്ച് കോഫിയൊക്കെ കുടിച്ചിരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ ചെന്ന് ടി വി ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സോഫയിലോട്ട് ഇരിക്കുമ്പോഴത്തേക്കും ജയാണെങ്കിൽ ഇവൻ്റെ മടിയിലങ്ങ് തല വെച്ചങ്ങ് കിടക്കുന്നുണ്ട്. ആ സമയം ഇവൻ പറയുന്നുണ്ട്, ഉറക്കത്തിൽ പോലും നീയാണെങ്കിൽ ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാനല്ലേ നോക്കുന്നതെന്ന്. എന്നാൽ അവൻ ഉറക്കമായതുകൊണ്ട് തന്നെ ജിന്നാണെങ്കിൽ ഇവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ജയാണെങ്കിൽ എന്തോ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പേടിച്ച് ഇങ്ങനെ റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നീ വീണ്ടും സ്വപ്നം കാണുന്നുണ്ടോ, കുഴപ്പമില്ല ജസ്റ്റ് ഒരു സ്വപ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് ജയനെ ഇവ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ജയയുടെ മുഖത്തോട്ട് തന്നെ നോക്കിയിരുന്നിട്ട് അത്രയ്ക്ക് ലുക്കൊന്നുമില്ല, ആ നിന്നെ കണ്ട് ആരിഷ്ടപ്പെടാനാ എന്നൊക്കെ ഇവയിരുന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ വാനും ഫാമും കൂടെ ഉറങ്ങുന്നതാണ്. അലാറം അടിക്കുമ്പോഴത്തേക്കും ആദ്യം ഉറക്കം എഴുന്നേൽക്കുന്നത് ഫാമാണ്. ഫാം എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുന്നതും വാനാണെങ്കിൽ ഇവൻ്റെ പുറത്തോടെ കാലിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവൻ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പതുക്കെ കാല് മാറ്റിയിട്ട് എഴുന്നേൽക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും വാനുവിനെ മൊത്തത്തിൽ അങ്ങ് വന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഫാമാണെങ്കിൽ കുഴപ്പമില്ല വാനിനെ ഉണർത്തണ്ടെന്ന് എഴുതിയിട്ട് അലാറം കുറച്ച് നേരത്തെയും കൂടെ നീട്ടി വെച്ചിട്ട് ഇവനാണെങ്കിൽ കിടന്ന് അങ്ങ് ഉറങ്ങുന്നുണ്ട്. വാന് ആക്ച്വലി ഉണർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഫാമിനെ വിടാതിരിക്കാനായിട്ട് ഇവൻ ഉറങ്ങുന്ന പോലെ അഭിനയിച്ചായിരുന്നു. അങ്ങനെ ഫാം വീണ്ടും ഉറങ്ങുമ്പോഴത്തേക്കും വാൻ അവനെ തന്നെ നോക്കി കിടക്കുന്നുണ്ട്. അടുത്ത് ജെയിനെയും ജിന്നിനെയും കാണിക്കുകയാണെങ്കിൽ രാത്രി എങ്ങനെയാണോ സോഫയിൽ ഇരുന്നത് അതുപോലെ തന്നെയായിരുന്നു അവർ മൊത്തം ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ ആദ്യം എഴുന്നേൽക്കുന്നതും ജയ തന്നെയാണ്. ജയ നോക്കുമ്പോൾ അവൻ ജിന്നിൻ്റെ മടിയിലാണ് ഇത്രയും നേരം തലവെച്ച് കിടന്ന് ഉറങ്ങിയെന്ന് കാണുമ്പോൾ അവൻ എന്തൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. ആ സമയം ജിന്നും പെട്ടെന്ന് ഉറക്കം എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ ജയാണെങ്കിൽ ഉറങ്ങുന്ന പോലെ അഭിനയിച്ച് കിടക്കുകയാണ്. ഇന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ജയ് ഇപ്പോഴും നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ ജിന്ന് പതുക്കെ എഴുന്നേറ്റ് മാറിയിട്ട് ജയ്ക്ക് കിടക്കാൻ്റെ ഒരു പില്ലോ ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവൻ അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. അവൻ പോയി കഴിയുമ്പോഴത്തേക്കും ജയിന് ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എണീറ്റിട്ട് അവനിങ്ങനെ സ്വയം പറയുന്നുണ്ട്, എൻ്റെ ഫ്യൂച്ചർ എനിക്ക് കാണാനുള്ള കഴിവ് കിട്ടിയില്ലായിരുന്നെങ്കിൽ നീ ഇത്രയും ക്യൂട്ടായിട്ടുള്ളൊരു പയ്യനാണെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കത്തില്ലായിരുന്നു എന്ന്. അതിനുശേഷം ഒരു കോളേജിൽ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. പോകുമ്പോഴത്തേക്കും ഓൾറെഡി അവിടെ വാനും ഫാമും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബാൻഡേജ് സംഭവമൊക്കെ എടുത്ത് മാറ്റിയതുകൊണ്ട് തന്നെ അവൻ്റെ കൈ ഓക്കെ എന്നൊക്കെ വാൻ
വാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി തൊട്ട് ജിന്നിൻ്റെ കൂടെ താമസിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജയ്ക്കാണെങ്കിൽ ഫാമിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാമിനോട് നീ എൻ്റെ കൂടെ ബാത്റൂമിലേക്ക് വരാമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫാമിന് കാര്യം മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ഓക്കെ എന്ന് പറഞ്ഞ് പോകാനേ തുടങ്ങുമ്പോൾ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഫാം ഞങ്ങൾ വരാനായിട്ട് ലേറ്റ് ആവുകയാണെങ്കിൽ ഞങ്ങളുടെ അറ്റൻഡൻസിൻ്റെ കാര്യം കൊണ്ട് നീ വേണം പറയാനെന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ പിടിച്ചിരുത്തിയിട്ട് ഇവർ രണ്ടിനും പോകുന്നുണ്ട്. ഇവർ പോയി കഴിയുമ്പോഴത്തേക്കും ഞാൻ ജിന്നിൻ്റെ അടുത്ത് തൻ്റെ അടുത്തേക്കൊന്ന് വന്നിരിക്കാമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജിന്നപ്പോൾ നിൻ്റെ കൺമുമ്പിലല്ലേ ഞാൻ ഇരിക്കുന്നത്, എനിക്ക് അതിൻ്റെ അടുത്തോട്ട് വന്നിരിക്കണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആരെങ്കിലും എൻ്റെ അടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കേടാണെന്ന് വാൻ പറയുന്നുണ്ട്. ആ സമയം ജിന്നെ എങ്കിൽ പിന്നെ വീട്ടിൽ പോയിട്ട് നിൻ്റെ അച്ഛൻ്റെ അവിടെ ചെന്നിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഫാമും ചെയ്യും നേരെ വാഷ്റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റിയ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇവൻ്റെ സ്വപ്നത്തിൻ്റെ കാര്യം വീണ്ടും പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. അവർ തമ്മിൽ എന്ത് സംസാരമാണ് നടന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ട് ജിന്നും ഫാമും കൂടെ ആയിട്ട് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ ടൈമായിട്ടും ഇതുവരെയായിട്ട് അവരെൻ്റെ സംസാരിച്ച് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല. ജിന്നാണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. പോയി കഴിയുമ്പോഴാണ് അങ്ങോട്ടേക്ക് തിരിച്ച് ഫാമും പിന്നെ ജയും കൂടെ വരുന്നത്. വരുമ്പോൾ തന്നെ ഇത്രയും നേരം നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ വാൻ ചോദിക്കുന്നുണ്ട്. ജിന്നിനെ അപ്പോൾ അവിടെ നിന്നും കാണാത്തതുകൊണ്ട് ജയാണെങ്കിൽ ജിന്ന് എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ ഓൾറെഡി പോയി എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ പോകേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഞാനത് ചോദിച്ചായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞത് നീ നിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്, നിങ്ങളിനി ഒരുമിച്ച് നിൽക്കത്തില്ല എന്നൊക്കെയാണെന്നാണ്. കേട്ടോണ്ടേ തന്നെ വേറെ ഒന്നും പറയാതിരിക്കാതെ ജയ നേരെ ജിന്നിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ജിന്നിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ജിന്നിൻ്റെ കാർ തടയാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ജിന്ന് ഓൾറെഡി അവൻ്റെ കാർ സ്റ്റാർട്ട് ചെയ്ത് പോകാനേ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ജിന്ന് എൻ്റെ കൈ ഓൾറെഡി ശരിയായതല്ലേ, നീ താനേ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ജിന്നിൻ്റെ പുറകെ ഓടാനേ നിൽക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഇവന് തല ഇറങ്ങുന്ന പോലെ തോന്നുകയാണ്. കാരണം വീണ്ടും പല പല വിഷ്വൽസ് ആയിട്ട് ഇവൻ്റെ മനസ്സിലിങ്ങനെ വരാനേ തുടങ്ങുന്നുണ്ട്. ജിന്ന് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ജയ് ഇങ്ങോട്ടേക്ക് തന്നെ വരുമെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് ജയിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്നാൽ എത്ര നേരം ഇരുന്നിട്ടും ജയ് എത്തുന്നില്ല. ആ ടൈമിലാണ് ജയുടെ അമ്മ ഇവനെ കോൾ ചെയ്തിട്ട് ജയ് നിന്നോട് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ആ സമയം ഇല്ല ആൻറ്റി, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് പിന്നെ ജയ് വീട്ടിൽ വന്നിട്ട് അവൻ്റെ കാർ എടുത്തുകൊണ്ട് പോയി എങ്ങോട്ടാണ് പോയെന്നൊന്നും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടാറ് ജിന്നിനെ കോൾ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. അതായത് അവൻ്റെ ഒരു റേസ് ട്രാക്കിലേക്ക്. അതേസമയം റേസ് ട്രാക്കിൽ കാണിക്കുമ്പോഴത്തേക്കും ജയ് അവിടെ ഉണ്ടായിരുന്നു. ജയ് വീണ്ടും അവൻ്റെ കാർ ഇങ്ങനെ റേസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോഴാണ് അവനും ഫാമും തമ്മിൽ നടന്ന കോൺവെർസേഷൻ എന്താണെന്ന് നമ്മളെ കാണിക്കുന്നത്. ഇവരിതുപോലെ ആ ഒരു കോളേജിലെ ബാത്റൂമിൽ വെച്ച് സംസാരിക്കുന്ന ടൈമിൽ തനിക്ക് വീണ്ടും ഇങ്ങനെ സ്വപ്നം വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് നിനക്ക് ഇത് ക്ലിയർ ആയിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഈ സ്വപ്നം വന്നത് എന്നൊക്കെ ഫാം ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ പറയുന്നുണ്ട് താനെപ്പോഴും ഉറങ്ങുമ്പോഴാണ് ഈ സ്വപ്നം വരുന്നത്, എന്നാൽ തനിക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് സ്വപ്നം വന്നത് അന്ന് റേസിങ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ്, അതുകൊണ്ടാണ് തൻ്റെ ബാലൻസ് പോയിട്ട് നിനക്ക് ആക്സിഡൻറ്റ് ആയി എന്ന് പറയുന്നുണ്ട്. ആ സമയം നിനക്ക് എപ്പോഴും ഉറങ്ങുമ്പോഴല്ലേ സ്വപ്നം വരുന്നത്, എന്നാൽ നീ ഉണർന്നിരുന്നപ്പോഴേ നിനക്ക് സ്വപ്നം വന്നു, അതിൻ്റെ അർത്ഥം അവിടെ എന്തോ ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അവൻ വീണ്ടും റേസ് ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാലോ എന്നിങ്ങനെ കരുതിയിട്ട്. അങ്ങനെ ഇപ്പോൾ ജിന്നു അവിടെ എത്തുന്നുണ്ട്. ജിന്നു നോക്കുമ്പോഴത്തേക്ക് ഓൾറെഡി ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവൻ കാണുന്നുണ്ട്. അങ്ങനെ ടാറിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് എന്തിനാണ് അവനെ റേസ് ചെയ്യാൻ സമ്മതിച്ചത്, അവൻ്റെ കൈ ഒരു ടോക്കി ആയിട്ടില്ല എന്ന്. ആ ടൈമിൽ ടാറ് ഞാൻ സമ്മതിച്ചൊന്നുമല്ല, ഞാനിവിടെ എത്തുന്ന നേരം കൊണ്ട് അവൻ ഓൾറെഡി റേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സ്റ്റാഫ് വിളിച്ചിട്ട് പറഞ്ഞതായിരുന്നു ഇതുപോലൊരു പയ്യൻ ഇങ്ങോട്ടേക്ക് റേസ് ചെയ്യാൻ കയറിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പോലും ടാറ് പറയാണ്. ജിന്നുണ്ടെ തന്നെ അവൻ്റെ കാറും എടുത്ത് റേസ് ട്രാക്കിലേക്ക് ഇറങ്ങുന്നുണ്ട് ജയിനെ തടയാനായിട്ട്. അങ്ങനെ ജിന്ന് അവൻ്റെ കാറും കൊണ്ട് ജയ ഓട്ടിക്കുന്ന അതേ ലെവലിലെത്തിയിട്ട് ജയ വണ്ടി നിർത്താമെന്നൊക്കെ പറഞ്ഞിട്ട് ജയയുടെ കാറിൻ്റെ മുന്നിലായിട്ട് ഇവൻ്റെ കാർ കൊണ്ട് ഒതുക്കുന്നുണ്ട്. എന്നിട്ട് ജയയുടെ അടുത്തേക്ക് ചെന്നിട്ട് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനേ പറയുന്നുണ്ട്. ജയ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജിന്നാണെങ്കിൽ നീ എന്താ കാണിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ജയാണെങ്കിൽ എനിക്കിത് ഇങ്ങനെ കണ്ടിന്യൂ ആവണമെന്ന് യാതൊരു താല്പര്യമില്ല, എനിക്കിനി ഇങ്ങനെ ജീവിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ ജിന്നിനെ ഹഗ് ചെയ്യുന്നുണ്ട്. ജിന്ന അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അവർ മാറി ഇന്ന് സംസാരിക്കുന്നുണ്ട്. അവൻ ഇതുപോലെ വരുന്ന സ്വപ്നത്തിൻ്റെ കാര്യം ഒക്കെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം ജിന്നിനോട് എടുത്തും പറയുന്നുണ്ട് അത് ഞാൻ പ്രൂവ് ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ. ജിന്നപ്പോൾ എങ്ങനെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ആ സ്വപ്നം കണ്ടതുകൊണ്ടാണ് നിനക്ക് സ്ട്രോബെറി ഐസ്ക്രീം എനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ നിൻ്റെ ആ ഒരു ഡയറി ഞാൻ എടുത്ത് വായിച്ചില്ലേ, അത് നീ ഒളിപ്പിച്ച് വെച്ചിരുന്നത് പോലും എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് നീ ചോദിച്ചില്ലേ, അതിന് കാരണം ഞാൻ ഓൾറെഡി അതിൻ്റെ ഫ്യൂച്ചറായിട്ടുള്ള സ്വപ്നം കണ്ടതുകൊണ്ടാണ്. പിന്നെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നതെല്ലാം നടക്കുന്നുമുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഇനി അടുത്ത 10 വർഷത്തേക്കുള്ള നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജിന്ന് ചോദിക്കുന്നുണ്ട് നീ നിൻ്റെ സ്വപ്നത്തിൽ എന്താണ് കണ്ടതെന്ന്. ആ സമയം പറയുന്നുണ്ട് നമ്മളാണെങ്കിൽ ബോയ് ഫ്രണ്ട്സ് ആവുമെന്ന്. ആ സമയം ജിന്നിനത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആ സമയം ജയാണെങ്കിൽ ജിന്നിനെ ഹഗ് ചെയ്തിട്ട് നമ്മൾ ഹഗ് ചെയ്യും, ജിന്നിനെ കിസ് ചെയ്തിട്ട് നമ്മൾ കിസ് ചെയ്യും, നമ്മൾ പരസ്പരം ഒത്തിരി സ്നേഹിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.